ജിസേട്ടാ ഇപ്പൊ റിവ്യൂ ബോംബിംഗ് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതോ പ്രേക്ഷകരോട് എന്താണത് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനെ ഒരു തോന്നലില്ല, ഒരിക്കലുമില്ല. അതിനെ നമുക്ക് ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തരവുമാണ്. കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം. വീട്ടിൽ നിന്ന് പറയാം, ക്യാമറ നോക്കി പറയാം, കലിങ്കന്റെ മുകളിൽ നിന്ന് പറയാം, ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും പറയാം. അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അരുൺ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ഈ 5 മാസത്തിനുള്ളിൽ എത്ര വലിയ 100 crore 50 crore അവിടെ നിൽക്കട്ടെ, എത്ര മനോഹരമായ സിനിമകളാണ് നമ്മുടെ ഇൻഡസ്ട്രി സമ്മാനിച്ചത്. മറ്റ് ദേശത്തുള്ള ഇപ്പൊ വിശ്വട്ടൻ പറയുകയാണ്, വിശ്വട്ടൻ മുരുകദോസിന്റെ സിനിമയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവര് മലയാള സിനിമയെ വളരെ പോസിറ്റീവായിട്ട് ഉറ്റുനോക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ കാലത്ത് സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ധൈര്യമാണ്. എന്ത് കണ്ടന്റും ഇപ്പൊ സിനിമയാക്കാൻ പറ്റുമല്ലോ. അത് വെൽക്കമിങ് ആണ് കേട്ടോ. ഒരു രീതിയിലും അത് വോൾ ഹാർട്ടഡ്ലി പറയുന്നതാണ്. നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനോ എതിർക്കാനുള്ള അവകാശമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്.